ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മുടെ ഈ കാറ് കുറച്ച് നാൾ മഴ സമയത്ത് അടച്ചിട്ടിരുന്നുണ്ട് ഒരു ചെറിയൊരു സ്റ്റിങ്കിങ് സ്മെല്ലുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റീം വാഷൊക്കെ ചെയ്തിട്ടും അത്രയും അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് മാറിയിട്ടില്ല. അത് ചെയ്തവരുടെ കുഴപ്പമൊന്നുമല്ല, അതങ്ങനെയാണ്. അത് സ്റ്റീം വാഷ് ചെയ്ത് നമ്മൾ ആക്ച്വലി കുറച്ച് ഉച്ച കഴിഞ്ഞിട്ട് സന്ധ്യയൊക്കെ ആയിട്ടാണ് ചെയ്തത്. അപ്പം അത് കാരണം ആ ഒരു സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊരു പ്രോഡക്റ്റ് ഒന്ന് ഇതിനകത്ത് ട്രൈ ചെയ്യാൻ പോവാണ്. പ്രോഡക്റ്റ് വേറൊന്നുമല്ല, ഇത് ടർട്ടിൽ വാക്സിൻ്റെ ഓഡ്രെക്സ് ആണ്. ഇത് ടർട്ടിൽ വാക്സിൻ്റെ പ്രൊമോഷനൊന്നും അല്ല. അപ്പം ഞാൻ ഈ പ്രോഡക്റ്റ് നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ ഇതൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഈ വണ്ടിക്കകത്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മഴ സമയത്ത് വണ്ടി അധികം ഉപയോഗിക്കാതെ അടച്ചിട്ടിരുന്നു. അപ്പോൾ അടച്ചിട്ടിരുന്ന കാരണം ഇതിനകത്ത് കുറച്ച് ഫംഗസും കാര്യങ്ങളൊക്കെ പിടിച്ചു. അപ്പം കുറച്ച് മോൾഡൊക്കെ സീറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കുറേ മാസങ്ങളായിട്ട് നിന്ന് അത് നമ്മൾ തുടച്ച് കളഞ്ഞു. നമ്മൾ കുറച്ച് സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ ഇട്ട് തുടച്ചായിരുന്നു, പക്ഷേ അതൊന്നും അത്രയും പോയില്ല. അതുകൊണ്ട് സ്റ്റീം വാഷ് ചെയ്യിപ്പിച്ചു. സ്റ്റീം വാഷ് ചെയ്തപ്പം അതൊക്കെ പോയി. പക്ഷേ ആ സ്മെല്ല് അത്രയും സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് വണ്ടിക്കകത്ത് കയറുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു മനം മടുപ്പിക്കുന്ന ഒരു സ്മെല്ലുണ്ട്. ഒരുമാതിരി നമുക്ക് നോസിക് ഫീൽ, ഒരു ഛർദ്ദിക്കാൻ പറ്റുന്ന ഒരു ഫീലൊക്കെ വരും ചില സമയത്ത്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഈ ഓഡ്രെക്സ്. നമ്മൾ അതിനകത്ത് അടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിക്കകത്തുള്ള നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം മാറ്റാം. അതായത് വണ്ടിയുടെ കാർപ്പറ്റിലോട്ടും സീറ്റിലോട്ടും ഇതിൻ്റെ AC സിസ്റ്റത്തിനകത്തോട്ടുമൊക്കെ ഇത് ഡയറക്റ്റായിട്ട് പോകണം. എന്നാലേ ഇത് നമുക്ക് നല്ലതായിട്ട് ആ ഫ്രഷ്നെസ് സ്മെല്ല് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് അധികമായിട്ട് ഇട്ടേക്കുന്ന ഫ്ലോർ മാറ്റ്, പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത്, നമ്മുടെ വണ്ടിക്കകത്ത് കയറിയിട്ട് ഇതിനകത്തൊന്നും ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അതായത് ഇതുമായിട്ട് വണ്ടിയുടെ അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഊരി മാറ്റാൻ പോവാണ്. ഇതിനകത്ത് ഈ ടിഷ്യൂ പേപ്പേഴ്സ്, നമ്മുടെ വണ്ടിക്കകത്തൊരു എയർ പ്യൂരിഫയർ ഉണ്ട്. ഇതൊന്നും ഇതിനകത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ എല്ലാം ഊരി മാറ്റാൻ പോകണം. ഇനി നമ്മൾ കാറിൻ്റെ മാറ്റ്, അതുപോലെ നെക്ക് പില്ലോ ഒക്കെ ഉണ്ടെങ്കിൽ നെക്ക് പില്ലോസ്, ഇതെല്ലാം നമ്മൾ വണ്ടിക്കകത്ത് നിന്ന് എടുത്ത് മാറ്റും. ഇത് മാറ്റിയിട്ട് ഇത് സീറ്റിലും അതുപോലെ നമ്മുടെ കാർപ്പറ്റിലും പിന്നെ AC സിസ്റ്റത്തിലുമാണ് പോകേണ്ടത്. ഇപ്പം നമ്മൾ വണ്ടിയിലെ മാറ്റ്, അതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം വണ്ടിയുടെ കാർപ്പറ്റിലും നമ്മുടെ സീറ്റിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ AC-ലൊക്കെയാണ് ഇതിൻ്റെ ഈ ഓഡ്രെക്സിൻ്റെ സ്മെല്ല് വരേണ്ടത്. അപ്പോൾ നമ്മളിനിയും ചെയ്യാൻ പോകുന്നത്, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു 15 മിനിറ്റ് AC റീസർക്കുലേഷൻ മോഡിൽ അത് ഫുൾ സ്പീഡിൽ നമ്മൾ ഇടാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഇത് നമ്മൾ ഓഡ്രെക്സ് നമ്മൾ ഓപ്പൺ ആക്കി വെക്കും. ഇത് ഓപ്പൺ ആക്കിയിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതിന് 2 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഒറ്റ പ്രാവശ്യം പ്രസ് ചെയ്തോ ചെറുതായിട്ടൊന്ന് വരത്തേ ഉള്ളൂ. പക്ഷേ 2 പ്രാവശ്യം പ്രസ് ചെയ്ത് ലോക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ളത് കംപ്ലീറ്റ് കണ്ടൻസ് ഇതിനകത്ത് പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. അതൊരു പുക പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്നിട്ട് നമ്മുടെ AC റീസർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൂടെ എല്ലാ സിസ്റ്റത്തിനകത്ത് മൊത്തം കയറി ഈ ഹെഡ് ലൈൻ റെയിലും നമ്മുടെ കാർപ്പറ്റ്സിലും സീറ്റിലും ആംറസ്റ്റും എല്ലായിടത്തും കയറി വരും. അപ്പോൾ വണ്ടിക്കകത്ത് ഉള്ളൊരു പഴയ ബാഡ് ഓർഡറും ബാക്ടീരിയസ് എല്ലാം പോകുന്നതാണ് അവർ പറയുന്നത്. നമുക്കിതൊന്ന് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട്, എത്ര എഫക്റ്റീവാണ് ഇതെന്നുള്ളത്. അപ്പോൾ നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്.
നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് AC ഓൺ ചെയ്യണം. AC ഓൺ ചെയ്തു. അപ്പം AC നമ്മളിപ്പോൾ 26, അത് ഒത്തിരി കൂടിയാണ് എടുക്കുന്നത്. നമുക്കത് കുറച്ച് ഏറ്റവും ലോയിലോട്ട് കൊണ്ടിടാം. അപ്പോൾ ലോയിലിട്ടു. ഇനിയിപ്പം ഇതാണ് നമ്മുടെ റീസർക്കുലേഷൻ മോഡ്. ഇതിപ്പം പുറത്തു നിന്നുള്ള ഫ്രഷ് എയർ നമ്മൾ എടുക്കുന്നതുകൊണ്ടാണ് ഈ റെഡ് ലൈറ്റ് വരുന്നത്, ഓറഞ്ച് ലൈറ്റ് വരുന്നത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റീസർക്കുലേഷൻ മോഡിലോട്ട് വരും. ഇപ്പോൾ ഇത് റീസർക്കുലേഷൻ മോഡിലായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫാൻ സ്പീഡ് ഏറ്റവും കൂട്ടിയിടണം. ഇനി നമുക്ക് നമ്മുടെ ഓഡ്രക്സ് ഇത് പൊട്ടിച്ച് വെക്കാം. ഇതിപ്പോൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാനായിട്ടാണെങ്കിൽ AC-യുടെ സ്പീഡ് കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ നമുക്കൊന്നും കേൾക്കത്തില്ല. ഒരു പ്രാവശ്യം എവിടെയെങ്കിലും യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം ഇതിങ്ങനെ അടിക്കാവുന്നതാണ്. ഇനി അതല്ല, നമുക്ക് ഇത് ഫുള്ള് കംപ്ലീറ്റ് വണ്ടിയിൽ യൂസ് ചെയ്യാനാണെങ്കിൽ ഇത് രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലോക്കായിട്ട് ഇതിനകത്തുള്ള മൊത്തം കണ്ടൻസും നമ്മുടെ വണ്ടിയിൽ സ്പ്രെഡ് ആവും. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണ്. ഇതിപ്പോൾ 2 പ്രാവശ്യം പ്രസ് ചെയ്ത് ഇത് ലോക്ക് ചെയ്ത് വെക്കാൻ പോവാണ്. ഇപ്പോൾ ഇനി നമ്മൾ ഓഡ്രക്സ് ഇവിടെ ഓപ്പൺ ആക്കി വെക്കാൻ പോവാണ്. ഇതിപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം പ്രസ് കഴിഞ്ഞാൽ വെറുതെ വരത്തേ ഉള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് 2 പ്രാവശ്യം വെക്കണം. ഇപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിത് വണ്ടിക്കകത്ത് വെക്കുകയാണ്. എന്നിട്ട് വണ്ടി അടയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി അടച്ചു. അതിനകത്ത് AC ഇനി ഫുൾ സ്പീഡിൽ ഇടാൻ പോകണം. ഇപ്പോൾ നമ്മൾ ഓഡ്രക്സ് ഓപ്പൺ ചെയ്തിട്ട് വണ്ടി AC ഓൺ ചെയ്തിട്ടിട്ട് 15 മിനിറ്റായി. നമുക്കത് നോക്കാമെങ്കിൽ കാണാം, നല്ലതായിട്ടൊരു ഫോഗി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കതിലും വണ്ടിയുടെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമുക്കതിൻ്റെ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ഫോഗി ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടിയുടെ ഡോർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് വണ്ടി ഓഫ് ചെയ്യാം. കാണാമല്ലോ, ഇതിനകത്ത് എനിക്ക് കാണാം നല്ലതായിട്ട് പുകയൊക്കെ പറക്കുന്നുണ്ട്. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ലുണ്ട്. ഇതെല്ലാം നമുക്ക് വണ്ടി ഒന്ന് ഓഫ് ചെയ്യാം. നമ്മൾ വണ്ടി ഓഫ് ചെയ്തു. ഗ്ലാസ് എല്ലാം നല്ലതായിട്ട് ഫോഗി ആയിട്ടിരിപ്പുണ്ട്. ഇതിനകത്ത് നല്ലൊരു സ്മെല്ലുണ്ട്. നമ്മുടെ ക്യാൻ ഇവിടെ ഇരിപ്പുണ്ട്. ക്യാനെല്ലാം എംപ്റ്റി ആയിട്ടുണ്ട്. വണ്ടിക്കകത്തിപ്പം ഒരു നല്ല ഫ്രഷ് സ്മെല്ലുണ്ട്. നമുക്ക് നോക്കാം ഇത് എത്ര ദിവസം നിൽക്കുമെന്നുള്ളത് നോക്കാം. നോക്കിയിട്ട് ഞാനത് കമൻറ്റിൽ ആഡ് ചെയ്യാം.